ഹായ് ഹലോ അസ്സലാമലൈക്കും. ഡ്രീംസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് റൊട്ടീനിൻ്റെ വീഡിയോ ആണ്. രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതും അതേപോലെ ഉച്ചക്കത്തേക്കുള്ള ഒരു ഫുഡ് പ്രിപ്പറേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. അതിന് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വേണം. അന്നേരം അതൊന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ട് വരാം. ഞാൻ ടൈം ടേബിളൊക്കെ പറക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നോക്കിയിട്ട് വരാം എന്തായെന്ന്. ഇതാ എൻ്റെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. ഇവിടെ ഒരാൾ ബുക്കൊക്കെ പറക്കി വെക്കുന്നതേ ഉള്ളൂ. ഇന്ന് അയാൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ. ഇന്ന് കമ്പ്യൂട്ടർ എക്സാം. ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയി. അതിന് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും ഒക്കെ എടുത്ത് വയ്ക്കാം. ഇന്ന് ഇടിയപ്പവും ഉള്ളിക്കറിയുമാണ് ലഞ്ചിന് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാം ഒന്ന് ലഞ്ച് ബാഗിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി യൂണിഫോം തയ്ക്കാനുണ്ട്. യൂണിഫോം തയ്ച്ചിട്ട് അപ്പോഴത്തേക്ക് അയാൻ കുളിച്ചിട്ട് ഇറങ്ങും. യൂണിഫോം തയ്ച്ചിട്ട് കൊടുക്കാം. അയൺ ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും ഇടിയപ്പം തന്നെയാണ്. അയാൻ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി വണ്ടി വന്നാൽ അത് കയറി പോകാനായിട്ട്. വണ്ടി വന്നിട്ടുണ്ട്. അയാൻ കയറി പോവാ. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അയാൻ കയറി പോവാണ്. എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. ഇനി ബാക്കിയുള്ള പണിയിലേക്ക് പോകാം. വാഷിംഗ് മെഷീനിനകത്ത് തുണി ഇടാനുണ്ട്. തുണിയൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാം. അയ്യാനും ഒത്താക്ക് നോമ്പില്ലാത്തത് കാരണം ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടി തയ്യാറാക്കണം. ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ അമ്മച്ചി വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തെർമൽ കുക്കറിലേക്ക് മാറ്റാം. മീൻകറി വെക്കാനായിട്ടുള്ള മീനെല്ലാം ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടാണ് മീൻകറി വെക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത മാങ്ങയാണ്. മാങ്ങ ഇട്ട് കൊടുത്ത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് അരപ്പും കൂടെ ചേർത്ത് ഗ്യാസിലേക്ക് വയ്ക്കാം. മീൻകറി വളരെ സിമ്പിളായിട്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. ഇനി അവിയലും കൂടെ വെക്കേണ്ടതുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അവിയലിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുക്കണം. തേങ്ങ തിരുമുന്നതിന് പകരം കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രീസറിലാണ് വയ്ക്കുന്നത് തേങ്ങ. അവിയലിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും അതേപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവിയലിൻ്റെ കാര്യങ്ങൾ നോക്കാം. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് വെച്ചിട്ടുള്ളത്. അവിയൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചോറ് ഊറ്റാനായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുക. ഇത് എല്ലാം ഇതേപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ചോറെല്ലാം തന്നെ ഇതാണ്ട് ഇതേപോലെ ഊറ്റിയെടുത്ത് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തേക്കൊന്ന് മാറ്റാം.
അവിയൽ ആരെങ്കിലും ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ സിമ്പിളാണ് അവിയൽ. ഒരുപാട് ഗ്യാസും ചിലവാകത്തില്ല, സമയം വേസ്റ്റ് ആവത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.